ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ആസ് യൂഷ്വൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആസ് യൂഷ്വൽ ആയിട്ടുള്ള അടി ലഹള അതൊക്കെ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്നു. എപ്പിസോഡ് റിവ്യൂവിനെ കാട്ടി ലൈവ് അപ്ഡേഷൻസ് ആണ് നമുക്ക് കൂടുതൽ പറയാനുണ്ടാവുക. പക്ഷെ നല്ല ക്ഷമയുള്ളവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അമ്മാതിരി ബോറായി തുടങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സീസൺ എന്നാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എന്തൊക്കെയോ നടക്കും, എന്തൊക്കെയോ നടക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ആക്ച്വലി ഇതിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ വ്യക്തി, ആ ബിഗ് ബോസിന്റെ വോയിസ് കൊടുക്കുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് വേറെന്തോ പണിക്ക് പോകണമെന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഇത് കൃത്യമായിട്ട് നോക്കുകയോ കെയർ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് അത് പറഞ്ഞത്. അയാൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കൊണ്ടാണ് ഇവർക്ക് തോന്നിയാണൊക്കെ ഇവർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്ലേയിൽ ഏറ്റവും മോശം പ്ലേ കാഴ്ചവെച്ച ആൾക്കാരാണ് ജിഷിനായിരുന്നു അവിടെ ഇൻസ്പെക്ടർ ആയിട്ടിരുന്നത്. ഐ മീൻ ആ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിട്ട് അവിടെ ഇരുന്ന ആൾ ജിഷിനാണ്. ജിഷിൻ്റെ ഒരു കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇത് ഫ്ലോപ്പ് ആയതെന്നാണ് മനസ്സിലാക്കുന്നത്. പരസ്പരം ഒരു യൂണിറ്റിയില്ല, രണ്ടും കൂടെ അടി കൂടുന്നത് കണ്ടിരുന്നു, അനുമോളും ജിഷിൻ. അനുമോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഈ ഒരു കാര്യം എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു കഥാപാത്രം എന്താണോ അതിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അനുമോൾ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പൊതുവിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല അനുമോളം തന്നെ അത്രയധികം ഇങ്ങനെ അരകണ്ടാകുന്നതെന്നുള്ളത്. ഇത്തിരി അഹങ്കാരം ഉണ്ടാവണമല്ലോ. ആ ഒരു ഉദ്യോഗത്തിന് അത്തരം അരഗൻസ് ആവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അനുമോൾ അവിടെ നിർത്തിക്കൊണ്ട് ജിഷിനെ പിടിച്ചു പുറത്താക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇന്നലത്തെ ഗെയിമിനെ വളരെ ലൈറ്റായിട്ട് എടുത്ത് അതൊരു എന്താ പറയണേ കോമഡി ആയിട്ട് കൊണ്ട് നടന്ന് കളിച്ചത് നിവിനാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു പണിഷ്മെന്റ് പോലെ അവരെ ജയിലിൽ നോമിനേറ്റ് ചെയ്യണം ബിഗ് ബോസ് ഡയറക്റ്റ്. വേറെ ആരും പറയേണ്ട കാര്യമില്ല എന്നുള്ളത്. അതിനുശേഷം പിന്നെ അവിടെ ഒരു ഇതുണ്ടാക്കുന്നു. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നു. അതായത് ജിഷിൻ്റെ സ്പേസിലേക്ക് വേറെ ആൾ വരണമല്ലോ, അവിടെ ആര് വരണമെന്നുള്ളതിൽ സാബു മോനെയാണ് എല്ലാവരും പറയുന്നത്. ഉച്ചയ്ക്ക് ഞാൻ ലൈവ് കാണുമ്പോൾ ഷാനവാസിനെ പറയുന്നവരുണ്ട്, ഇതിനൊക്കെ ഒരു തർക്കമുണ്ട്. എനിക്ക് ജിഷേലിൻ്റെയും ആര്യൻ്റെയും പ്ലേ ഒട്ടും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇവരെന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന്. ആര്യൻ കുറച്ചുകൂടെ അനുവുമായിട്ട് അടുത്ത് ഇടപഴകി കാണുന്നുണ്ട്. അതേപോലെ അനുമോളുമായിട്ട് ജിഷേലും കുറച്ച് അടുത്ത് ഇടപഴകി കാണുന്നത് ഒരു കംഫർട്ട് സോണാണ്. കാരണം ഏത് നേരവും പിന്നെ പാകിസ്ഥാനും ഇന്ത്യയും പോലെ അടിക്കാൻ നിന്ന രണ്ടുപേരായിരുന്നു. അവർ തമ്മിൽ അവർക്കിടയിലുള്ള ആ ഒരു വൈരാഗ്യം കുറഞ്ഞ് മെൽറ്റായി വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ബാക്കി ഒക്കെ ആസൂഷ്യലായിട്ട് നടക്കുന്നു. ഇതാണ് ഞാൻ ഇന്ന് കണ്ടത്. പിന്നെ ഇനി നടന്നതെന്ന് പറഞ്ഞാൽ ഫാക്ടറിയുടെ ബേസ് ചെയ്തിട്ടുള്ള ആ ടാസ്കിനോട് ചേർന്ന് അട്ടി ബഹളം നാശമാകുന്നുണ്ട്. കുറച്ചൊക്കെ നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആകാൻ കാരണമായത് ആദിലയും നൂറയാണെന്ന് തോന്നുന്നു. പക്ഷെ നൂറ ആദില ശരിക്ക് മാനേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് സത്യത്തിൽ പറഞ്ഞാൽ നല്ല പെടയുടെ കുറവാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അവർ കാണിച്ച ചില കുൽസിത പ്രവർത്തികൾ കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം, അവർ രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് കളിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് ആദിലയും നൂറയും, രണ്ട് ആര്യനും ജിസേലുമാണ്. ഒരാളെ പറഞ്ഞാൽ മറ്റേയാൾ വന്ന് കോംപ്രമൈസ് ചെയ്യുക, അതേപോലെ അയാൾക്ക് വേണ്ടി ഇയാൾ വാദിക്കുക, ഒക്കെ ചെയ്യുന്നത് ആര്യനും ജിസേലുമാണ്. പക്ഷേ അവരെക്കാൾ കൂടുതൽ ഇവർ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ളത് മറന്ന് എപ്പോഴും യുണൈറ്റഡായി നിൽക്കുന്നത് കാണാം. ആൻഡ് ആദിലയെ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. കാരണം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ആ ഒരു നിൽപ്പും ഒക്കെ കണ്ട ആർക്കും എന്തും സംഭവിക്കാം. ഇത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയുടെ ബിഹേവിയറാണ് ആദില 2 ദിവസം കൊണ്ട് അവിടെ കാണിക്കുന്നത്. ആദില ഒരിക്കലും ഒരു എന്താ പറയണേ കൂടുതൽ ചേർക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സെക്കൻഡ് തിങ്, നമ്മൾ കാണുന്നത് എന്താണ്, ഇന്നത്തെ എപ്പിസോഡിൽ പോലും അത് കാണിച്ചിട്ടില്ല. മുടി ഇടുന്നത് ഷാനവാസോ ആദിലയോ ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ആദില ആയിരിക്കാനാണ് ചാൻസ്. അതാ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. ഇതിങ്ങനെ മറ്റൊരു യൂട്യൂബർ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, മുടി ഭക്ഷണത്തിലേക്ക് ഇടുന്നുണ്ടെന്ന്. ഇപ്പം ഈ ഗെയിം ശരിയാണ്, ഗെയിം ഫ്ലോപ്പ് ആക്കണം. നമുക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടരുത്, അതുകൊണ്ട് ഫ്ലോപ്പ് ആക്കണം. ചിലപ്പോൾ ആ ടാസ്ക് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല പ്രയാസമുണ്ട്. മാത്രമല്ല ഫൈറ്റിൻ്റെ എൻഡ് ആകുന്ന സമയത്ത് അനീഷ് ഇതെല്ലാം വാരി തച്ചുടച്ച് കാലുകൊണ്ട് ചവിട്ടി മെതിച്ച്, അതിനെപ്പറ്റി ലക്ഷ്മി മാത്രമാണ് അനീഷിനോട് പറയുന്നത് ചെയ്തത് ശരിയായിട്ടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വലിയ മിസ്റ്റേക്കാണ് അനീഷ് ഈ ഒരു ഫുഡിനെ ഇങ്ങനെ എടുത്ത് ചവിട്ടി മെതിച്ചത് കാണിച്ചത്. തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഭാഗം. ബാക്കി വീണ്ടും അതേ പഴയ ഫൈറ്റ്സ്, കോയിൻ കാണാതെ പോകുന്നു, ആളുകൾ എടുത്തൊളിച്ചു വയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുൽസിതങ്ങൾ, ഇത്രയേ ഉള്ളൂ. സീരിയസ് ആയിട്ടുള്ളൊരു ടോക്കോ അല്ലെങ്കിൽ തമ്മിൽ വലിയ ഒരു ക്ലാഷോ ഒന്നും അവിടെയില്ല. മറ്റേ പഴയ കുൽസിതം തീർത്തും ഇല്ലാണ്ടായിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അതിശയത്തോടു കൂടി കണ്ടത് നെവീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് അനു, നൂറ, ബിന്നി 3 പേരും കൂടെ ഇരുന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ്. അതൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആക്ച്വലി അനുമോൾ ഇങ്ങനെയൊക്കെ മാറുമോ എന്നുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്, ഇന്നത്തെ ഡ്രസ് കോഡ് ഭയങ്കര സൂപ്പറായിരുന്നു.
പക്ഷേ ഇതിലൊക്കെ തന്നെ അനുമോള് ആദിലയും നൂറയും ഒത്തിരി ചേർത്ത് പിടിക്കുന്നുണ്ട്. പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ശരിക്കൊന്ന് ഹൈപ്പായി വരുന്നുണ്ട് പിന്നെ അനു. പക്ഷേ ഇങ്ങനെ ഈ പ്ലേ അത് ദോഷം ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫൈറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥാനങ്ങളും എല്ലാ സ്ഥലങ്ങളിലേക്കും അനുമോൾ സ്കിപ്പായി പോകുന്നുണ്ട്. പലരും വന്ന് അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഈ ഫൈറ്റൊക്കെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മൗനമല്ല വേണ്ടത്, മറുപടിയാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലേ ചില കാര്യങ്ങൾ അവിടെ നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെന്തായാലും ഇത്രയും ഫാൻ ഫെയിം ഒക്കെ ഉള്ളത് കാരണം അതിന് പുറത്തേക്ക് പോകാൻ ചാൻസ് കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ ത്രെറ്റിലാണുള്ളത്. ഇനി 50 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ശരിക്കും ടാസ്ക് കളിക്കാത്തവരൊക്കെ പുറത്ത് പോകും. സാബ് മോനെ ഇവരെല്ലാവരുടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പം അവർ രണ്ടുപേരാണ് ഇൻസ്പെക്ടറായിട്ട് അവിടെ ഇരിക്കുന്നത്. അവരാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇവർ ക്വാളിറ്റി ചെക്ക് നടത്തും. അതിനകത്ത് ഓക്കെ ആണെന്ന് അപ്രൂവ് ചെയ്യും. നോക്കുമ്പോൾ ഇവരെല്ലാം മെനക്കെട്ട് നന്നായി പണിയെടുക്കുന്നുണ്ട്. ആര്യ നല്ല പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ജിഷയിൽ വേറെ ആരടുത്തും ബോട്ടിലിന് വേണ്ടിയിട്ട് വന്ന് ഇത് ചെയ്തില്ല. കാരണം ബോട്ടിൽ സെല്ലർ എന്ന് പറയുന്ന ആൾക്കാർ വന്ന് ഈ ഓണേഴ്സിൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്ത് അവരുമായി ഒരു ധാരണയിലെത്തുക പതിവാണ്. പക്ഷെ ആര്യൻ്റെ അടുത്ത് മാത്രം ജിഷയിൽ ഇങ്ങനെ ആര്യൻ എന്ന വൃത്തത്തിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും 3 പേരും ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഷാനവാസിനെ ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല, ആരും കൊണ്ട് കൊടുക്കുന്നില്ല. നൂറയോ മറ്റോ വന്നൊരു കാര്യം ഒന്ന് കോംപ്രമൈസിന് ട്രൈ ചെയ്യുന്നുണ്ടെന്നതിനപ്പുറം ആരും വരുന്നില്ല. ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വഴക്ക്, അതിൽ അനു സ്ട്രോങ് ആയിട്ട് 2 ബോട്ടിൽ മാത്രം അപ്രൂവൽ ചെയ്യുന്നു. ആ 2 ബോട്ടിലും അവസാനം റിജക്റ്റ് ചെയ്യപ്പെടുന്നു. ഇന്നും ഗെയിം ഔട്ട്. ഗെയിമിനെ പറ്റി ഒരു ഇതുമില്ലാത്ത ഒരു ബോധവുമില്ലാത്ത കുറേ എണ്ണം ടാസ്ക് കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏതായാലും ഇത് കാര്യമായിട്ട് ബിഗ് ബോസ് ഇടപെടേണ്ട ഒരു അവസ്ഥയുണ്ട്. ആൻഡ് ഭയങ്കര ബോറിംഗ് ആയി തോന്നുന്നുണ്ട്. എൻ്റെ ഒരു വാക്കുകളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇറ്റ്സ് ഗെറ്റിംഗ് ടു ബോർഡ് ആണ്. അതുകൊണ്ട് ആരും ലൈവ് കാണാനായിട്ട് മെനക്കെട്ട് പോകണ്ട. ഒന്നുമില്ല, വെറും ശോകമൂകമാണ്. അവിടെ പൂച്ച പെറ്റി കിടക്കുകയാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അമ്മാതിരി ശോകമൂകമായിട്ടാണ് പോണത്. ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരീഡ് നടക്കുക. അവന്മാർ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വഴക്ക്, 2 ബഹളം, 2 ഒച്ചപ്പാട്, 2 ഇത്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. അതാണ് എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. സോ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.